പിതാവേ, നന്ദിയോടെ സ്തോത്രം. യേശുവെ, അങ്ങ് ജീവനോടെ ഉണ്ടെന്നും ഭൂമിയിലെ അങ്ങയുടെ കുടുംബം ഞങ്ങളാണെന്നും ബോധ്യമാണല്ലോ ഓരോ ദിവസവും വരുത്തുന്നത്. ഓരോ ദിവസവും ആ ബോധ്യം പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം. ഹൗ വാല്യുബിൾ വി, ഞങ്ങൾ എത്ര വാല്യുബിൾ, ഞങ്ങൾ എത്ര വിലപ്പെട്ടതാണ്. അങ്ങേ ഒന്ന് തിരിച്ചറിയുവാൻ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണം. Father, we pray in the name of Jesus that everyone who is watching us world over, ലോകമെങ്ങും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. That their eyes will be enlightened, അവരുടെ ആത്മ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, to understand how valuable we are in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ഏവരും കർത്താവിന് എത്ര വിലപ്പെട്ടവരാണെന്ന് കാണുവാൻ അറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണം. That this is just not a religion, this is not a relationship between God and a devotee, it is a family. കർത്താവെ, ജനങ്ങൾക്ക് ഇന്ന് കണ്ണു തുറന്നവർക്ക് ഗ്രഹിക്കട്ടെ, ഇതൊരു മതമല്ല, ദൈവവും ഭക്തനും തമ്മിലുള്ള ഒരു ബന്ധമല്ല. ഒരു കുടുംബത്തിൽ അപ്പനും മക്കളും പോലെയാണ് കർത്താവും മനുഷ്യരുമെന്ന് അറിയുവാൻ എല്ലാവരുടെയും കണ്ണു തുറക്കണേ. Help us, even us, to understand the value about us. കർത്താവെ, ഞങ്ങളെ നീ എന്തുമാത്രം വിലപ്പെട്ടതായിട്ടാ കാണുന്നെന്നുള്ളത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൂടെ കുറച്ചുകൂടെ സഹായിക്കണേ. That we are the treasure, your inheritance that you have got through Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അങ്ങ് നേടിയെടുത്ത അങ്ങയുടെ അവകാശങ്ങളാ ഞങ്ങളെന്ന്, അങ്ങയുടെ നിധികളാ ഞങ്ങളെന്ന് അത്രയ്ക്ക് we are your inheritance. കർത്താവെ, ഞങ്ങൾ നിന്റെ അവകാശങ്ങളാണ്. But you have an expectation from us. എന്നാൽ കർത്താവെ, ഞങ്ങളിൽ നിന്ന് അങ്ങേക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. That we will imitate you. അങ്ങേ പോലെ അങ്ങേ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. Ephesians 5:1, we imitate you as children. എഫേസ്യ ലേഖനം 5:1 വായിക്കുന്ന പോലെ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. കർത്താവ് എന്ത് ചെയ്തു അത് തന്നെ അനുകരിക്കുവാൻ we will walk like you, talk like you, rejoice like you. കർത്താവ് എങ്ങനെ സംസാരിച്ചോ അതുപോലെ സംസാരിക്കാൻ, കർത്താവ് നടന്ന പോലെ നടക്കാൻ, കർത്താവിനെ പോലെ ആനന്ദിക്കുക. Which means in the fullness of joy, fullness of peace and fullness of overcoming triumphant life in Christ Jesus. ക്രിസ്തുവേശുവിൽ സന്തോഷത്തിന്റെ പൂർണ്ണത, സമാധാനത്തിന്റെ പൂർണ്ണത, ജയകരമായ സകലത്തെയും ജയിച്ചടക്കുന്ന ആ ക്രിസ്തുവിന്റെ പൂർണ്ണത, അതിൽ ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. That we don't have to be serious. ഇനി ഞങ്ങള് വേണ്ടാത്തൊരു ഗൗരവത്തിലാവേണ്ട ആവശ്യമില്ലല്ലോ. Because religion taught us to become serious. മതം ഞങ്ങളെ പഠിപ്പിച്ചത് ആവശ്യമില്ലാത്തൊരു ഗൗരവമാണ്. But you filled us with joy. എന്നാൽ അങ്ങയുടെ ദിവ്യ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി നന്ദി. Wonderful testimonies, O Lord. കർത്താവെ, എത്ര അത്ഭുതകരമായ പ്രവൃത്തികൾ, സാക്ഷ്യങ്ങൾ അങ്ങ് ചെയ്തതാ ഞങ്ങൾ കേട്ടു. It is more joyful to see that everyone over here are ministering in your name. കർത്താവെ, ഇന്ന് ഞങ്ങളെ കൂടിയിരിക്കുന്ന എല്ലാവരും അവര് കേവലം വിശ്വാസികളായിരിക്കില്ല, അവര് അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുന്നല്ലപ്പ. I know that this is the purpose and you are enjoying to see this purpose why you died on the cross and rose up from the dead. കർത്താവെ, അങ്ങ് ക്രൂശിൽ മരിച്ചു ഉയർത്തപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെയാകണം, അങ്ങയെ ഘോഷിക്കുന്നവരായി മാറണം. ആ കർത്താവിന്റെ ഉദ്ദേശം ഞങ്ങളിൽ നിറവേറുന്നതിനായി നന്ദി. Thank you, Holy Spirit, that you are the Lord of the Heavenly Feast Church. ഹെവൻലി ഫീസ്റ്റ് സഭയുടെ കർത്തൃത്വം പരിശുദ്ധാത്മാവേ അങ്ങയ്ക്ക് മാത്രമാണ്. Jesus is Lord of the Heavenly Feast Church and the Holy Spirit is the overseer of the whole Heavenly Feast Church. യേശു കർത്താവ് ഹെവൻലി ഫീസ്റ്റ് സഭയുടെ കർത്താവും പരിശുദ്ധാത്മാവ് സഭയുടെ അധ്യക്ഷനുമാണ്. Thank you, and I pray, Holy Spirit, help us to make Jesus more and more simple and available for the 8 billion people on earth. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് പ്രത്യേകം കൃപ തരണമേ. യേശു ക്രിസ്തുവിനെ ലോക ജനതയ്ക്ക് മുഴുവൻ 800 കോടി ജനതയ്ക്കും ഏറ്റവും സിമ്പിളായി, ലഘുവായി അവർക്ക് കൊടുക്കുവാനുള്ള പ്രത്യേക കൃപ ഞങ്ങൾക്ക് തരണമേ. Father, thank you for this wonderful morning.
പിതാവേ, അനുഗ്രഹീതമായ പ്രഭാതത്തിനായി നന്ദി. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. My inside is bubbling with joy. എന്റെ ഉള്ളം ഇങ്ങനെ സന്തോഷം കൊണ്ട് തുളുമ്പുകയാണ്. Hearing the testimonies and hearing how the word of God is taking effect. സാക്ഷ്യം കേട്ടപ്പോൾ, പ്രത്യേകിച്ച് ആ സാക്ഷ്യം പറഞ്ഞവരുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവവചനം എങ്ങനെ അവർ ഏറ്റെടുത്തതെന്നും അവരിൽ ക്രിയ ചെയ്തതെന്നും കേട്ടാണ് എനിക്ക് സന്തോഷം. It is I was thinking, if I am getting such a joy, how much greater joy Jesus is getting, because his word is getting accomplished, which says, work I did, you will also do. ദൈവവചനം ഏറ്റെടുത്ത മക്കള് ഇന്ന് വിടുതൽ പ്രാപിച്ച് സാക്ഷ്യം പറയുന്ന കേട്ടപ്പോ എനിക്ക് ഇത്രയും സന്തോഷമാണ്. ക്രിസ്തുവിന്റെ വചനം അവർ ഏറ്റെടുത്ത്, ആ യേശു ക്രിസ്തുവിന് ഇപ്പൊ എന്തൊരു സന്തോഷമായിരിക്കും. എന്റെ വചനം ഈ മക്കളെ ഏറ്റെടുത്തല്ലോ, അതിലവർ ക്രിയ ചെയ്തല്ലോ എന്ന്. Today morning, Thomas brother was sharing that God is giving him a plan to do a daily half-an-hour session exclusively to the whole world who are under fear of COVID. കോവിഡിന്റെ ഭീതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സൂം എല്ലാ ദിവസവും ഈ ദിവസങ്ങളിൽ നടത്തുവാൻ തോമസ് ഊട്ടുകാരന്റെ ഉള്ളിൽ കിട്ടിയ ഒരു ആലോചന എന്നോട് പങ്കുവെക്കുവാനിടയായി. And as I was hearing these wonderful testimonies, I feel it should be bilingual, English and Malayalam. അത് കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് അത് ഇംഗ്ലീഷ് മലയാളമായിട്ട് രണ്ട് ഭാഷയിൽ ആ സൂം ചെയ്യണം എന്നാണ്. Let those who have come out of COVID declare that fear is the problem, not COVID. ഈ കോവിഡ് സൗഖ്യമായവർ ആ സൂമില് എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് വന്നിട്ട് കോവിഡിന്റെ വൈറസ് അല്ല, ഭീതിയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള കാര്യം ലോകത്തിന് രോഗികൾക്ക് മനസ്സിലാക്കപ്പെടും. To make us understand that we have the power in us, everyone watching has the power in them to subdue everything. നമ്മളിലുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയിലുള്ള ശക്തി, അതിനെ ഏത് സാഹചര്യത്തെയും കീഴ്പ്പെടുത്താൻ ശക്തി ഉണ്ടെന്ന് എല്ലാവരും അറിയണം. So that many times I will read a word, and as we are entering into the word, one of the wonderful word which the Lord gave me today was the gifts and calling of God is irrevocable. ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദപിക്കുന്നില്ല, ഇറവക്കബിൾ ആണ്. ദൈവം അത് മാറ്റി പറയുന്നില്ല എന്ന തിരുവചനം എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു. നമുക്ക് ആ വേദഭാഗങ്ങളിലേക്ക് ഇന്ന് പോകാം. The calling of God and the gifts that he gives, he will never take back, or once chosen, you are always chosen by him. ദൈവം നമുക്ക് തന്ന കൃപാവരങ്ങളും നമ്മളെ വിളിച്ച വിളിയും അത് ഒരിക്കലും മാറത്തില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വിളിയും ദൈവം തിരിച്ചെടുക്കത്തില്ല. വേദഭാഗം എന്ന് പറയാം, നമുക്ക് പറയാം. Romans chapter 11 and verse 29. റോമാലേഖനം 11-ാം അധ്യായം 29-ാമത് വചനമാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ലല്ലോ. Today morning, as Thomas brother was talking to me, he said, today we will start the word only by 12 or past 12. I said, I rejoice, because testimonies is a proof that the devil is a liar and Jesus is real. തോമസ് ഊട്ടുപത്ര മീറ്റിംഗിന് മുമ്പ് എന്നോട് സംസാരിക്കുമ്പോൾ സാക്ഷ്യങ്ങള് 12 മണി വരെയൊക്കെ ഉണ്ടായിരിക്കും, 12 മുതൽ വചനം പറഞ്ഞാൽ മതിയാവെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വാസ്തവത്തിൽ കൂടുതൽ സന്തോഷമാണ് തോന്നിയത്. കാരണം പറഞ്ഞ വചനങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ല, അത് ക്രിയ നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് സാക്ഷ്യം. That is where people relate more than hearing the word. വചനപ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ആ വചനം ഒരാളിൽ ക്രിയ ചെയ്തത്, ആ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് വ്യക്തികൾക്ക് അത് ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. That this word which we are speaking is alive and is real and still operational. ആ വചനം കേൾക്കുമ്പോഴാണ് ഞങ്ങൾ കേൾക്കുന്ന ഈ പ്രസംഗങ്ങളിലെ വചനങ്ങൾ സത്യമാണല്ലോ,
അത് ദൈവത്തിന്റെ എഴുതപ്പെട്ട വചനവുമായി ചേർന്ന് തന്നെയാണ് അത് ഇന്നും നടക്കുന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. It is a battle in the mind whether to believe or not. But when ordinary people like us say, look at us, this word is real, the people are able to relate and say, if he got it, I too can get it. സാധാരണ വചനം കേൾക്കുമ്പോൾ ബുദ്ധിയില് ഇതെങ്ങനെ നടക്കാനാ, ഇത്ര ഒരു സൂപ്പർ നാച്ചുറൽ ഈ അത്ഭുതം നടക്കുമെന്ന് ബുദ്ധി പറയുന്നിടത്ത് അതിന് പകരം അത് പ്രാപിച്ച ഒരു വ്യക്തി തന്റെ സാക്ഷ്യം പറയുമ്പോൾ സാധാരണ വ്യക്തികൾക്ക് എന്നെ പോലെ ആ വ്യക്തിക്ക് ഇത് കിട്ടുമെങ്കിൽ എനിക്കും കിട്ടും, റിലേറ്റ് ചെയ്യാൻ പറ്റും. Just 3 days before I received a message. ചില ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു സന്ദേശം കിട്ടി. It was a message asking forgiveness of me. എന്നോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം. I don't know who sent it, but the sender said like this: I used to think that you pay money to testify in the service, in the meetings, but today in Zoom, you are not collecting money, you are not collecting anything, yet testimonies are happening, and testimonies are happening in my life. I am very sorry I misunderstood you. എന്നോട് ക്ഷമ പറഞ്ഞ ആൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ആ മീറ്റിങ്ങുകൾ ഒക്കെ സാക്ഷ്യങ്ങൾ പറയുന്നത് അവർക്ക് പൈസ കൊടുത്ത് സാക്ഷ്യം പറയുകയാണെന്നാണ്. എന്നാൽ ഞാൻ സൂമിലൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ആൾക്കാർക്ക് അത്ഭുതങ്ങൾ നടക്കുന്നു. ഞാൻ അനുദപിച്ചു. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങി, എനിക്കും ചില അത്ഭുതങ്ങൾ നടന്നു. എന്റെ ബ്രദറെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. In every of your 3 meetings, in morning arise and shine, or in the under of wings, or in the inner chamber, you are not saying, please believe me, give me money and you will get healing. You are saying, look unto Jesus, he is the healer. That made me strong. And when I received the miracle, I now know that Jesus is alive. Miracles still happen. So I want forgiveness from you. നിങ്ങളുടെ 3 മീറ്റിങ്ങുകൾ ഞാൻ കാണുന്ന ആളാണ്. രാവിലെ എറൈസ് ആൻഡ് ഷൈനിലും തുടർന്നുള്ള അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡിലും വൈകിട്ട് ബ്രദറിന്റെ ഇന്നർ ചേംബർ ഞാൻ നോക്കിക്കൊണ്ടായിരുന്നത്. നിങ്ങൾ 3 പേരും ഒരിക്കൽ പോലും പണമയക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊരു വാക്ക് കേട്ടില്ല. മറിച്ച് യേശുവിലേക്ക് നോക്കി നിങ്ങൾ തന്നെ പിടിച്ചെടുത്ത് ഞാനത് ചെയ്തപ്പോൾ എനിക്ക് വിടുതലായി, എനിക്ക് വലിയ അനുതാപം ഉണ്ടാകുന്നു, നിങ്ങളെ തെറ്റിദ്ധരിച്ചതിൽ എന്നോട് ക്ഷമിക്കണം തങ്കു ബ്രദറെ എന്ന് പറഞ്ഞ് ക്ഷമ യാചിച്ചു. Today also, all those who are watching all around the globe, we have one thing to declare: Jesus has risen up. He's seated at the right hand of the Father, and he's the surety of a better covenant and is ready to execute the word. ഇന്ന് എന്നെ ലോകമെമ്പാടും കേൾക്കുന്നവരോട് പറയട്ടെ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി, പുതിയ ഉടമ്പടിയിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം വിശ്വസിക്കുന്ന മക്കൾക്ക് സ്ഥാപിച്ചു കൊടുക്കുവാനായി, അതിന്റെ ഷുവർട്ടിയായി, അതിന്റെ ഗ്യാരണ്ടിയായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു ഇരിക്കുന്നത് കൊണ്ട് ഈ വചനം അപ്രകാരം തന്നെ ഏറ്റെടുക്കുന്നവരിൽ സംഭവിക്കും. It is the same. Jesus is the same. Hebrews 13:8, yesterday, today and forever. എബ്രായ ലേഖനം 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ യഥാവാൻ. In James 1:17, the Bible says he is not changing day by day. He is set just like the sun on you. അതുപോലെ തന്നെ യാക്കോബ് 1:17, the gifts and calling of God is irrevocable. The perfect gift comes from the Father from above. യാക്കോബ് 1:17 ആ ഭാഗം വായിക്കുമ്പോൾ എല്ലാ നല്ല ദാനവും ദൈവത്തിൽ നിന്ന് വരുന്നു, അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ വികാരമോ എന്ന് പറഞ്ഞാൽ വികാരഭരിതനായി മൂട് മാറുകയോ മാത്രമല്ല, സ്വഭാവം ഒന്ന് പറഞ്ഞിട്ട് മാറത്തില്ല, അവൻ നല്ല ദാനം മാത്രമേ തരത്തുള്ളൂ. I trust God because he is not a man. ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, കാരണം അവൻ മനുഷ്യനല്ല എന്നതുകൊണ്ട് തന്നെ. He is not man to lie. He is not man to change his word. തന്റെ വാക്ക് ഒരിക്കൽ പറഞ്ഞിട്ട് മാറ്റി പറയാനോ ബോഷ്ക്ക് പറയാനോ ദൈവം മനുഷ്യനല്ല. എന്റെ ദൈവത്തിന്റെ വാക്കിനെ ആശ്രയിച്ചാൽ എനിക്ക് കണിശമായും അത് ലഭിച്ചിരിക്കും. That is why Psalms 89:35 also says
that the covenant I make cannot be broken, nor alter the word that has proceeded out of my mouth. 81-ാം സങ്കീർത്തനത്തിൽ 89-35 അതുപോലെ ഞാനൊന്ന് വായിക്കാം. അവിടെ പറയണ എനിക്കെന്റെ നിയമം മാറ്റാൻ സാധ്യമല്ല. 89-ന്റെ 89-ന്റെ ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു. 34 ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. What has proceeded out of the mouth of God is forever. ദൈവത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടാ, പിന്നെ അത് മാറ്റാനൊക്കില്ല. And so Romans 11:29 is saying the gifts and the calling of God is irrevocable. അതാണ് ദൈവം തന്റെ വിളിയെയും തെരഞ്ഞെടുപ്പ് അനുദപിക്കുന്നില്ല, കൃപാവരങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല എന്ന് പറയുന്നത്. Even today, all those who are watching me, I want to tell you, might be you are going through challenges, might be you are going through COVID, might be you are going through sickness. Let the devil not cheat you by saying God is punishing you. Once God has chosen you, he is for you, and if God is for me, nothing can be against you. ആകയാൽ ഇന്ന് കോവിഡിന്റെ പ്രയാസത്തിലോ മറ്റേതെങ്കിലും ഒരു പ്രതിസന്ധിയും ജീവിത പ്രതിസന്ധിയിലോ നിങ്ങൾ ആയിരിക്കുകയാണെങ്കിൽ, ആ പ്രതിസന്ധിയിൽ വന്നപ്പോൾ ദൈവം നിങ്ങളെ കൈവിട്ടിരിക്കുകയാണ് എന്ന ഒരു ചിന്തയെങ്കിലും വരുന്നെങ്കിൽ ഓർത്തുകൊള്ളുക. അത് പിശാചിന്റെ ഭോഷ്കാണ്. ദൈവം തന്റെ വിളിയെ കുറിച്ച് ഒരിക്കലും അനുദപിക്കത്തില്ല. നിന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എന്നേക്കുമാണ്. Oh, God is not a liar. God always says something and sticks to it. Whether you are in or not, he is always with you. ദൈവം തന്റെ വാക്കൊരിക്കലും മാറില്ല. നിങ്ങൾ വിശ്വസ്തനായേക്കാം, നാം അവിശ്വസ്തരായാലും തന്റെ വാക്കവൻ മാറ്റത്തില്ല എന്ന് വചനം പറയും. The gift is so powerful, the calling is so powerful that it cannot change. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദാനവും ദൈവത്തിന്റെ വിളിയും അത് പിന്നെ തിരിച്ചെടുക്കത്തില്ല. അത് അത്രമേൽ ശക്തമാണ്. And this is referring to Israel, which is we are seeing there. Israel today does not know Jesus, does not believe in many things that we are saying. Yet God told Abraham that I will bless your descendants, I will be a shield, I will protect them. Thousands of years have passed, yet no one can touch Israel because God is their protector. റോമാലേഖനം 11 പറയുന്നത് ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ നീതിയെ കുറിച്ചാണ്. അവിടെ നമ്മൾ നോക്കിയാൽ ഇസ്രായേല് ചെയ്തതെല്ലാം ദൈവവിരുദ്ധമാണ്. അവരാണ് ക്രിസ്തുവിനെ ക്രൂശിച്ചത്, അവര് സുവിശേഷത്തിനെതിരാണ്. എങ്കിലും പറയാണ്, അബ്രഹാമിനോടും മുൻപും ദൈവം ഒരിക്കൽ പറഞ്ഞു വിട്ട വാക്കിനോട് ദൈവം വിശ്വസ്തനാണ്. അവനത് മാറാനൊക്കത്തില്ല. അവന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അവൻ അനുദപിക്കുന്നില്ല. That is why verse 30 and 31 is saying that even when you were disobedient, God had mercy on you by putting them into disobedience that you may gain mercy. Meaning to say, the same word is applicable today to you and me who are in Christ Jesus. God has called you, God has chosen you, it is irrevocable. You are still in the perfect plan of God. അതിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തത്, നിങ്ങളെ ദൈവം രക്ഷിച്ചത് നിങ്ങൾ നല്ലവരായപ്പോഴല്ല, നിങ്ങളുടെ അനുസരണക്കേടിലാണ്. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരണക്കേടിലായിരിക്കുന്നു. അനുസരണക്കേടിലായ ദൈവവിരുദ്ധരായ നിങ്ങൾക്ക് തന്റെ വാക്ക് മാറാതെ ദൈവം രക്ഷിച്ചെങ്കിൽ അവരോട് പറഞ്ഞ വാക്കും ദൈവം മാറ്റത്തില്ല. കാരണം ദൈവത്തിന് തന്റെ വാക്ക് മാറ്റാൻ സാധ്യം അല്ല. You are the only option that God has for this generation.
എന്നെ കേൾക്കുന്ന സഹോദര, ഈ കാലഘട്ടത്തിന് വേണ്ടി ഏക പ്രതീക്ഷ നിങ്ങളാണ്. Many people say like this: if you don't do it, God will choose someone. Sorry, it is against the word. The word says He has chosen you and He is after you, helplessly depending on you, because you are His choice for this generation. ചിലര് പറയാറുണ്ട്, നിങ്ങള് മാറിയാൽ വേറൊരാളെ കൊണ്ട് ദൈവം ജയിക്കും. ഇല്ല, നിന്റെ തെരഞ്ഞെടുപ്പ് നിനക്ക് മാത്രമുള്ളതാണ്. ദൈവം വാസ്തവത്തിൽ ഒരു ഹെൽപ്ലെസ് ആയി, നിസ്സഹായനായി നിന്റെ മേലിട്ട വിളി കാരണം നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. തന്റെ വാക്കിനോട് താൻ വിശ്വസ്തനായി പോയി. അതുകൊണ്ട് നീ ചെയ്തില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നിസ്സഹായനായി നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാനിരിക്കുകയാണ്. അതാണ് വിളിയുടെ പ്രത്യേകത. You might not be feeling anything. You might not be feeling the presence of God. You might be feeling, I am not worthy. But let me tell you, He is still looking upon you. You are worthy before Him. Your choice was not because you were worthy. When you were still sinners, He died on the cross, and He is still waiting for you to arise. So stir up today and arise and say, I am valuable for Jesus Christ. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ നിനക്കൊരു വലിയ ദൈവ സാന്നിധ്യം തോന്നുവോ? ദൈവം എന്നെ തെരഞ്ഞെടുത്തല്ലോ എന്നുള്ള ചിന്തയിൽ വരുവോ? ഒന്നും ചെയ്യുന്നില്ലായിരിക്കും, ഒരുപക്ഷെ മടുത്തിരിക്കായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വിളി ഒരിക്കലും മാറില്ല. നിന്നെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കാൻ ആഗ്രഹിക്കാൻ. ആകയാൽ ഇപ്പോൾ കുടഞ്ഞെഴുന്നേൽക്കുക. ഉള്ളിൽ നിറഞ്ഞ ഒരു അനുഭവം ഉണ്ടാകട്ടെ. This is the time to put on the armor of God. This is the time of the battle. When the world is perishing under fear, when the world is perishing in hopelessness, Jesus is looking helplessly at you and saying, you who have received hope, you who are a testimony, you who are the witness that I am alive, come on, arise, please arise and show the light to the whole world. ലോകം യാതൊരു ഗത്യന്തരവുമില്ലാതെ ഭീതിയിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ നീയാണ് ദൈവം, നിന്നെയാണ് വിളിച്ചിരിക്കുന്നത്. നീയാണ് ലോകത്തിന്റെ പ്രതീക്ഷ. നിന്നിലാണ് ദൈവത്തിന്റെ നോട്ടം. ഇപ്പോൾ സടകുടഞ്ഞെഴുന്നേറ്റ് ലോകത്തിന് പ്രതീക്ഷ കൊടുക്കാൻ നിന്നെ കർത്താവ് കണ്ടിരിക്കുക. The Bible says that those who are in Christ are a new creation. ദൈവവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. Old has gone. പഴയത് കഴിഞ്ഞുപോയി. 2 Corinthians chapter 5 and verse 16, the Bible says like this. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 16-ാമത് വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Therefore from now on we regard no one according to the flesh, even though we have known Christ according to the flesh, yet now we know Him no longer. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. I tell you, many people think that when Jesus was here, I would have believed Him more. No, my dear. The flesh that He put on was like a curtain where you could not see the glory. I can assure you, a new creation feels the presence and can know Christ more than when He was walking on this earth. കർത്താവായ യേശു ക്രിസ്തു ശരീരത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വസിച്ചേക്കാമെന്ന് പറഞ്ഞേനെ. അത് വെറും തോന്നലാണ്. യേശു ധരിച്ച ശരീരം വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ മഹിമ കാണാതെ വണ്ണം ഒരു കർട്ടൻ പോലെയാണ് നിന്നത്. എന്നാൽ ഇന്ന് മഹിമയോടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ആ കർത്താവിന്റെ വചനത്തിലാണ് അന്ന് കർത്താവിനെ അനുഭവിച്ചതിനേക്കാൾ ഇന്നാണ് അനുഭവിക്കാൻ കഴിയുക. The Bible says, therefore from now on I regard no one according to the flesh. അവിടെ പറയണ ഇനിമേൽ 2 കൊരിന്ത്യർ 5 വരെ ഇനിമേൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. You know, the biggest challenge that we face is we are looking at us in the flesh. നമ്മളുടെയും ഏറ്റവും വലിയൊരു വെല്ലുവിളി, നമ്മളെ കാണുമ്പോൾ ഒരു ശരീരത്തിലുള്ള മനുഷ്യനായ നമ്മുടെ ശരീരം ഉൾപ്പെടുന്ന എന്നെയാണ് ഞാൻ കാണുന്നത്. We say, I am not worthy, I am not feeling, I am not happy, I am feeling depressed. Let me tell you, that is the flesh. The real spirit is full of glory. Like Jesus is seated in heaven, we are on this earth. പലപ്പോഴും നമ്മളെ കുറിച്ച് പറയുന്നത് ഞാൻ പരാജിതനാണ്, എനിക്ക് കഴിവില്ല, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല,
അവരെന്നെ അങ്ങനെ ചെയ്തു എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ നമ്മളെ നമ്മുടെ ജഡത്തിലാണ് അറിയുന്നത്. വാസ്തവത്തിൽ ആത്മാവിൽ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാണ്. അവൻ പരാജിതനല്ല, അവൻ ജയാളിയാണ്, അവൻ സകലത്തെയും കീഴടക്കിയവനാണ്. അവനിൽ എന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. The biggest challenge, two challenges that everyone has. Number one, some say I am perfect, I am holy because I am wearing no gold, I have white and white, I am fasting, I am praying. That is number one trap of the devil. Let us understand that no one, we are under the mercy of God, we are under the grace of God. We are holy because He made us holy. Our pride is number one enemy. ശ്രദ്ധിക്കുക, പലരും അവരുടെ ഉള്ളിലുള്ള തങ്ങളെ കുറിച്ചുള്ള ധൈര്യം, ഞാൻ വെള്ളവേഷം ഇടുന്നുണ്ട്, ഞാൻ ആഭരണം ധരിക്കുന്നില്ല, ഞാൻ ഉപവസിക്കുന്നു, നോക്കുക, ആവശ്യമില്ലാത്ത സ്വയപ്രശംസയിൽ അവരാകുക. മറിച്ച് നമ്മുടെ വിശുദ്ധി ദൈവത്തിന്റെ ദാനമായ വിശുദ്ധിയാണ്. നമ്മുടെ ഒരു നന്മ കൊണ്ടുമല്ല, വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് കർത്താവ് തന്ന നീതിയിലും വിശുദ്ധിയിലുമായിരിക്കണം നമ്മളുടെ നില. Let not pride come into us that we are very, very holy. Those people, they are wearing something, their hair is white and blue and gray. They are unholy, I am holy. ഒരിക്കലും ഈ ഒരു അഹന്ത നമ്മുടെ ഉള്ളിൽ കടക്കരുത്. ഞാന് കൂടുതൽ വിശുദ്ധനാണ്, അവരെ നോക്ക്, അവരുടെ തലയിൽ ഏതോ കളർ വരട്ടിയിട്ടുണ്ട്, അല്ലെ അവര് ആഭരണം ധരിക്കുന്നുണ്ട്, ഞാനാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ഞാനാണ് എന്ന് പറയുമ്പോൾ എന്റെ പ്രവൃത്തിയിൽ ഞാൻ അഭിമാനിക്കുകയും അഹന്ത ഉണ്ടാകുകയും ചെയ്യാം. That is why in Colossians chapter 2 verse 18 the Bible says, let not no one cheat you in false humility, in false worshipping of angels, not having a relationship with Jesus Christ. അതുകൊണ്ടാണ് കൊലോസ്യർ 2:18 തലയുമായിട്ട് ബന്ധമില്ലാതെ, ക്രിസ്തുവിനോട് ബന്ധമില്ലാതെ താൻ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ താഴ്മ കാണിച്ചുകൊണ്ട്, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ദൂതന്മാരെ ആരാധിക്കുക, ഇങ്ങനെ താഴ്മ, ഞാനേതോ താഴ്മയുള്ളവനാണെന്ന് കാണിക്കുന്ന മതം നിന്നെ തൊടരുത് എന്ന് പറയുക. That is why in Colossians 2:18 the Bible calls it puffed up in the flesh, that is in the mind. അതുകൊണ്ടാണ് അതേ വാക്യത്തിൽ പറയാണ്, അങ്ങനെയുള്ളവർ ജഡ മനസ്സിനാൽ ചീർത്തവരാണ്. മനസ്സിനകത്ത് ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് സ്വയം ചീർത്തിരിക്കുകയാണ്. I can tell you according to my experience in all these 26 years, I know one thing, I cannot depend on myself. കഴിഞ്ഞ 26 വർഷത്തെ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ എന്റെ തന്നെ പൂർണ്ണതയിൽ ആശ്രയിക്കാൻ എനിക്ക് പറ്റില്ല. I have no confidence at all without the Holy Spirit with me. എന്റെ കൂടെ പരിശുദ്ധാത്മാവില്ലെടുത്തോളം ഞാൻ ചെയ്തെന്നോ എന്നിൽ എനിക്ക് പ്രശംസിക്കാൻ ഒരു കാര്യവുമില്ല. I cannot please God with my performance. I cannot please Him. What pleases Him is abiding in Him, trusting in Him, and walking in Him, giving no way to the flesh. ഞാൻ ചെയ്ത് തീർത്തതിൽ ഒന്നും എനിക്ക് ധൈര്യപ്പെടാനില്ല. കാരണം അവിടെ ഒന്നും ഞാൻ പൂർണ്ണനല്ല. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിൽ, കർത്താവിൽ ഞാൻ വാസം ചെയ്യുന്നത്, അതിൽ മാത്രമേ കർത്താവ് പ്രസാദിക്കുന്നുള്ളൂ. എന്റെ ഒന്നും ചെയ്ത് കർത്താവിനെ എനിക്ക് പ്രസാദിപ്പിക്കാൻ ഒക്കില്ല. Puffed up in the flesh, meaning to say again, let no one regard others or ourselves that we are, or comparing ourselves with someone else. We are better than them. മറ്റാരോടെങ്കിലും ചേർത്ത് ഉപമിച്ച് ഞാൻ അവരെക്കാൾ നല്ലതാണെന്ന് സ്വയം പ്രശംസിക്കുന്നതിനാണ് ജഡമനസ്സിനാൽ ചീർക്കുക എന്ന് പറയും. And that is where when we find fault with others and we are not seeing ourselves and our face alone. നമ്മളെയും നമ്മുടെ കുറവുകളെയും കാണാതെ മറ്റുള്ളവരേതോ മോശക്കാരാണെന്ന് തോന്നിക്കുന്ന നിലയിൽ സ്വയം ഉയരുക. And that is why we have to look at the mirror, and that is the word of God. I will tell you, we have never seen our own face. We have seen only the reflection. അതുകൊണ്ടാണ് ദൈവവചനമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മളുടെ കുറവ് കാണാൻ പറയുന്നത്. ഒരു കാര്യം ഓർത്തോണം, നമ്മൾ ആരും നമ്മളുടെ സ്വന്തം മുഖം ഇതുവരെയും കണ്ടിട്ടില്ല. റിഫ്ലക്ഷൻ, പ്രതിബിംബം മാത്രമേ നാളിതുവരെ കണ്ടിട്ടുള്ളൂ.
That is why we should hear the right word, we should read the word, we should look at that word which will give you the perfect figure of your inner man. അതുകൊണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ വ്യക്തമായി പ്രതിബിംബിക്കുന്ന ശരിയായ വചനമേ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കാൻ പറയുകയാണ്. ആ ശരിയായ വചനത്തിന് മാത്രമേ നമ്മുടെ അകത്തെ മനുഷ്യന്റെ പ്രതിരൂപം കാണിച്ചു തരാനൊക്കെ. We should not be confident on our holiness. We should not be confident that I am perfect, I am going to heaven, rest everyone will go to hell. No, my dear, we are chosen by grace, kept by grace. He is the one who is keeping us. നമ്മളെ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടത് കൃപയാൽ, നമ്മളെ നിലനിർത്തുന്നത് കൃപയാൽ. അതുകൊണ്ട് അവരാരും സ്വർഗത്തിൽ പോകത്തില്ല, അവരൊക്കെ കുഴപ്പക്കാരാ. ഇതെന്നെ തെരഞ്ഞെടുത്ത ഞാൻ നേടിയതല്ല, കൃപയാലാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകും. Outward appearance might not look good, but this is where the Bible says, I regard no one according to the flesh. When we went to Arunachal Pradesh, we were seeing people with bird's beak and all tattoos over here and there. But their inner man is what is renewed. We are no one to judge anybody. നമ്മളെ മനുഷ്യരെ ബാഹ്യ കാര്യങ്ങൾ കൊണ്ട് വിധിക്കരുത്. ഞാൻ ഇനി ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഞങ്ങൾ അരുണാചൽ പ്രദേശിൽ പോയപ്പോൾ അവിടെ ആൾക്കാർ വലിയ പക്ഷിയുടെ തൂവലൊക്കെ വെച്ച്, വേഴാമ്പലിന്റെ കൊമ്പൊക്കെ വെച്ച്, മുഖത്ത് ടാറ്റു ഒക്കെ വരച്ചാണ് ആരാധനയ്ക്ക് വരുന്നത്. എന്നാൽ കർത്താവ് അവരുടെ ഹൃദയങ്ങളെയാ കണ്ടത്. അവരെ ആത്മാവിൽ ദൈവത്തിന് നിറയ്ക്കാമെങ്കിൽ ഞാൻ കാഴ്ചപ്രകാരം ആരെയും വിധിക്കുന്നു. We are not to walk by sight, we are to walk by faith, knowing by faith that the inner man is as God is in heaven. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ വേണം നമ്മൾ നടക്കാൻ. അകത്തെ മനുഷ്യനെ വേണം നമ്മൾ കാണാൻ. അത് ക്രിസ്തുവിനെ പോലെ ഏതൊരു വിശ്വാസിയുടെ അകത്തെ മനുഷ്യൻ ക്രിസ്തുവിൽ പൂർണ്ണനാണ്. അവൻ പുറമേ എന്താണ് അത് വെച്ച് ആളെ വിധിക്കരുത്. And that is where the renewal of the mind is very, very important. അവിടെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമായത്. Not to relate to anyone or our circumstance in the flesh, but relating to the situation in the spirit. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റുള്ളവരുമായിട്ടോ ഈ സാഹചര്യവുമായിട്ടോ നമ്മളെ പൊരുത്തപ്പെടാതെ ആത്മാവിൽ ആ കാര്യത്തെ കാണാൻ നമുക്ക് സാധിക്കും. Number 2, when we are in the flesh, that is the place where we feel condemned, unworthy. Oh, might be all this is happening because I am not worthy. I am telling you, God has declared you righteous. God has declared you holy. You are the righteousness and holiness of God on this earth. ജഡത്തിൽ നമ്മൾ ഒന്നാമതായിട്ട് ജഡത്തിൽ ചിലപ്പോൾ ഒരു വശത്ത് അഹന്ത വരും. ഞാൻ മറ്റുള്ളവരിലും മെച്ചമാണ് എന്ന് തോന്നിക്കും. അതാണ് ഇതുവരെ കേട്ടത്. എന്നാൽ രണ്ടാമത്തത് ഇതേ ജഡം ചിലയിടത്ത് നേരെ പരാജയത്തിന്റെ മറുവശത്തേക്കും എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുഴപ്പക്കാരനാണ്, അപരാധബോധം കൊണ്ട് നിറയും. ഒരു വശത്ത് അഹന്ത കൊണ്ട് നിറയും, അതേ ജഡം മറുവശത്ത് അപരാധബോധം കൊണ്ട് നിറയും. എന്നാൽ ദൈവവചനം നമ്മളെ ബലപ്പെടുത്തുന്നു. നീ എന്നിൽ നീതിമാനാണ്, എന്നിൽ നീ വിശുദ്ധനാണ്, എന്നിലൂടെയാണ് നീ നിൽക്കുന്നത്. That is why the Bible says in John 4, God is the Spirit and He is dealing in the Spirit. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4 യേശു കർത്താവ് പറഞ്ഞു, ദൈവം ആത്മാവാണ്, ദൈവം ആത്മാവിലാണ് കാര്യങ്ങൾ ഇടപെടുന്നത്. And the flesh profits nothing. ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. And today many Christians are forgetting that there is a personality called the spirit man, the inner man, who is renewed according to God Himself. പല വിശ്വാസികളും വിസ്മരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ എന്ന് പറയുന്ന ആള് എന്റെ അകത്തെ ഒരു പുതിയ മനുഷ്യനാണ്. അത് ഓരോ ദിവസവും ക്രിസ്തുവിന് അനുരൂപമായി ദൈവത്തെ പോലെ ആയിരിക്കുന്ന വ്യക്തിയാണെന്ന് വിസ്മരിക്കുകയാണ്. They don't know it. അവർക്കത് അറിയില്ല. Many people, many Christians, the so-called who are part of the religion, they think that there is only two parts, the mind and the body. That is it. പല ക്രിസ്ത്യാനികൾ പോലും എന്റെ വ്യക്തിത്വത്തിൽ രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ, എന്റെ മനസ്സും എന്റെ ശരീരവും എന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. But there is the third personality. The Bible says, who is kept God, 1 Thessalonians 5:23.
1 തെസ്സലോനിക്കർ 5:23 പറയുമ്പോൾ അത് ദൈവത്തെ പോലെ തന്നെ കുറ്റമില്ലാത്തതായി നിർത്തപ്പെട്ടിരിക്കുന്ന നമ്മളിലെ മൂന്നാമത്തെ നമ്മുടെ വ്യക്തിത്വത്തിലെ ഏറ്റവും പ്രധാന ഭാഗം നമ്മുടെ പുതു സൃഷ്ടിയാണ്, ആത്മാവാണ്. As COVID fear is there are many challenges that might come, but when you understand that you are the righteousness of God, He is keeping you blameless. He has begun and He will complete. You will understand you have the power inside of you to conquer anything that is in the seen world. കോവിഡ് ആകട്ടെ, മറ്റേതു ഭീതിയുടെ സാഹചര്യമാകട്ടെ, ഈ അകത്തുള്ളവനെ അറിയുമ്പോൾ എന്റെ അകത്തുള്ളവൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, അവൻ സകലത്തെയും കീഴ്പ്പെടുന്നവനാണ് എന്ന ഉള്ളിലുള്ളവനെ അറിയുമ്പോൾ ഈ സാഹചര്യങ്ങളെ അത് ജയിച്ചടക്കും. And I want to tell you, in both these circumstances, one is pride, other is condemnation. Both is in the flesh, and flesh cannot please God. ശ്രദ്ധിക്കുക, ഈ ജഡത്തിന്റെ രണ്ട് ഭാഗം, ഒരു വശത്ത് ഞാൻ എന്തോ ആണ്, മറ്റുള്ളവരെക്കാൾ നല്ലതാണെന്നുള്ള അഹന്ത, വേറൊരു വശത്ത് അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള കുറ്റബോധം, അപരാധബോധം, ഇത് രണ്ട് നിലയിലും ജഡത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. That is why in Romans 8 and verse 5 the Bible says, those who live according to the flesh set their minds on the things of the flesh. Those who live according to the Spirit, they are setting their minds according to the Spirit. Meaning to say, you are not to relate in the flesh, but in the Spirit, which is the Word of God, the Word of Christ Jesus. So we walk by faith and not by sight. അതുകൊണ്ടാണ് റോമർ 8:5 ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇംഗ്ലീഷിൽ അവരുടെ മനസ്സുകളെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആകയാൽ ഇവിടെ നമ്മൾ കേട്ട വചനപ്രകാരം നമ്മുടെ ആത്മമനുഷ്യനിൽ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യണം. ആത്മമനുഷ്യനെ കണ്ട് വിശ്വാസത്തിൽ കണ്ട് അതിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. And that is why to be carnally minded is death, but spiritually minded is life and peace. When you are in the Spirit, or when you are having a total dependence on God, when you are the branch fixed to the vine, drawing the life out of Jesus, you will then be confident that He loves you, He takes care of you, and He will do everything for you. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. അപ്പോൾ നമ്മൾ ജഡത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളെ മരണത്തിലേക്ക്, എന്നാൽ ആത്മാവിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞ ഒരു മുന്തിരി വള്ളിയിൽ ചേർന്ന് വസിക്കുന്ന പോലെ, എനിക്ക് എന്റെ ജഡത്തിൽ ഇനി പ്രശംസിക്കാൻ ഒന്നുമില്ല, എനിക്ക് എന്നിൽ തന്നെ സഫിഷ്യൻസി ഇല്ല, ഞാൻ ഫുൾ സഫിഷ്യന്റായ യേശുവിൽ നിന്ന് എപ്പോഴും നീതിയും യേശുവിൽ നിന്ന് ഞാൻ ഡ്രോ ചെയ്യുകയാണ്. അങ്ങനെ ജീവനാണ് എന്നിൽ വ്യാപിക്കുന്നത്. And that is why Paul, when he is writing in the Holy Spirit, he says, I have no confidence in the flesh. Meaning to say, emotions is not leading me. Christ is the Lord. Christ is leading me. പൗലോസ്ലീഹ പറയുമ്പോൾ ജഡത്തിൽ എനിക്ക് ഒട്ടും ആശ്രയമില്ല, ജഡത്തെ ഞാൻ ഒട്ടും ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, എന്റെ ഇമോഷൻസ്, എന്റെ വികാരങ്ങൾ ഒന്നും എന്നെ നിയന്ത്രിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജഡത്തിൽ വികാരങ്ങൾ ഉണ്ടാവും, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ സമ്പൂർണമായി സമർപ്പിക്കുന്നു. When we think we are more holier than anyone else, we will judge them, we will accuse them, we will say they are needing repentance. But the truth is, we are to take care of ourselves. വാസ്തവത്തിൽ സ്വയനീതി കൊണ്ട് നമ്മൾ നിറയുമ്പോൾ പറ്റുന്നത്, മറ്റവരെക്കാൾ ഞാൻ വിശുദ്ധനാണ്, അവരെക്കാൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെല്ലാം കുഴപ്പക്കാരാണ്, അവിടെ ഞാൻ എന്നെ തന്നെ കുഴപ്പത്തിലാക്കുകയാണ്. The book of Isaiah begins by saying, woe unto him, woe unto them, woe unto them. യെശയ്യാ പ്രവചനത്തിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ അവർക്ക് അയ്യോ കഷ്ടം, ഇവർക്ക് അയ്യോ കഷ്ടം, മറ്റുള്ളവരെ കുറിച്ച് അയ്യോ കഷ്ടം എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് നിറഞ്ഞതാണ്. But in chapter 6, when Isaiah has an encounter with God, he says, oh, woe unto me. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതിനുമായി കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി കഴിയുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, മറ്റുള്ളവരുടെ കുറവുകൾ നോക്കുന്ന അവസാനിച്ചു. Or in another way, Paul says,
I am a Pharisee, I am a Benjamin, I keep all the law. He is talking about his pride, and then he says, oh, what a wretched man that I am. I cannot help myself, but thanks be to God who gave us Christ. എന്നാൽ അതുപോലെ തന്നെയാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പരീശനായിരുന്നു, 8-ാം നാളിൽ പരിച്ഛേദനായിട്ടവന്, എനിക്ക് പ്രശംസിക്കാൻ എല്ലാം ഉണ്ടായിരുന്നു. എന്താ പറയോ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, എന്നാൽ കർത്താവായ യേശുവിലൂടെ എനിക്ക് തരുന്ന ജയത്തിനായി സ്തോത്രം. I again want to tell you, never be confident of anything, but your confidence should be in Christ, that he started it, he will fulfill it. No worry, no tensions. Why? Because I believe and then speak. I know that I am kept by the grace of God. ആകയാൽ ഒരിക്കലും സ്വയത്തിൽ, സ്വന്തം കഴിവുകളിൽ, സ്വന്തം നീതിയിൽ ആശ്രയിക്കരുത്. മറിച്ച് എന്റെ കർത്താവിലാണ് എന്റെ പ്രശംസ, എന്റെ കർത്താവിലാണ് എന്റെ സഫിഷ്യൻസി. അങ്ങനെയുള്ളവർക്കാണ് ജയം. And when you understand that you won't be walking in the flesh, meaning to say your mind will not dictate with you, your inner man will lead you. അങ്ങനെ കർത്താവിൽ ആശ്രയമായി കഴിയുമ്പോൾ പിന്നെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിന്റെ ചിന്തകളല്ല നമ്മളെ നയിക്കുന്നത്, നമ്മളെ സമ്പൂർണമായിട്ട് കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. We will understand in both these, one is the most important thing is to have a personal relationship with Jesus Christ and have the revelation that God loves me. യേശു കർത്താവുമായിട്ട് വ്യക്തിപരമായി നിരന്തരമായ ഒരു കൂട്ടായ്മയുടെ ബന്ധവും, മാത്രമല്ല കർത്താവ് എന്നെ ഏറ്റവും അധികം എന്നെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നുള്ള ഉറപ്പും, അതാണ് നമ്മളെ നടത്തുന്നത്. That his gift and calling is irrevocable. അവിടുത്തെ വിളിയും അവിടുത്തെ കൃപാദാനങ്ങളെ കുറിച്ചും അവന്റെ ദാനങ്ങളെ കുറിച്ചും അവൻ ഒരിക്കലും അനുദപിക്കുന്നില്ല, അവ തിരിച്ചെടുക്കത്തില്ല. I am called and that calling is upon me. I have to stir up. Flesh will be against. Flesh will tell you what will others think. Flesh will say you have done enough. No, that is why Paul says, not that I have already attained or I am perfected, but I press on towards the goal, because I know he has chosen me. He has caught me for a mighty purpose, for the 8 billion souls on earth. We are more richer than Paul because we are going to earn more souls than Paul did. നമ്മുടെ മനസ്സോ മറ്റുള്ളവരോ നമ്മളെ കുറ്റം വിധിച്ച് താക്കാൻ നമ്മളെ സമ്മതിക്കരുത്. പൗലോസ് പറയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്ക് തന്നെ എന്നെ കുറിച്ച് ഒന്നും പറയാനില്ല. എന്നാൽ എന്നെ എന്തിനാ ഒരുവൻ വിളിച്ചു, ആ വിളി മാറത്തില്ല. എന്റെ കുറവോ എന്റെ ഒന്നുമല്ല, ആ വിളിയുടെ വിളിയുടെ വിരുദ്, ആ വിളി ഒരിക്കലും അവൻ തിരിച്ചെടുക്കത്തില്ല. അതിലേക്ക് ഞാൻ പോവുകയാണ്. 800 കോടി ജനങ്ങളെ നേടുവാനുള്ള വിളിയാണ് എന്റെ മേലുള്ളത്. അതിലേക്ക് ഞാൻ കുതിക്കുകയാണ്. He says, I am of the tribe of Benjamin. I have studied law. I have this and this and this degree. He says, all this I'm not going to frame and show the world. I consider this as a pride. I will consider this as nothing because I have no confidence. I don't want confidence in the flesh. I want to depend on the grace of God. His grace is sufficient for me. His strength is made perfect in my weakness. 8-ാം നാളിൽ ഞാൻ പരിച്ഛേദനയേറ്റവനാണ്, ഞാൻ ബെന്യാമീൻ ജാതിക്കാരനാണ്, ഇസ്രായേൽ ഗോത്രക്കാരനാണ്. ഇതൊന്നും ഞാൻ ഫ്രെയിം ചെയ്ത് ഇതാണ് എന്റെ യോഗ്യതയെന്ന് ഞാൻ പറയത്തില്ല. അതെല്ലാം ഞാൻ വെറും ഉച്ഛിഷ്ടമായി കാണുന്നു. മറിച്ച് അവൻ എന്നോടുള്ള കൃപ, അവൻ എന്നെ തെരഞ്ഞെടുത്തത്, അവൻ എന്നെ വിളിച്ചത്, അതാണ് എന്റെ ധൈര്യം. അതിലാണ് ഞാൻ മുൻപോട്ട് കുതിക്കുന്നത്. Let no one regard anyone in the flesh, plus no one should regard yourself in the flesh, but know one thing, you are a new creation. God has chosen you and given you a responsibility. You are the answer to the world through Christ who is in you. ആകയാൽ ഇനി ഞാൻ മറ്റാരെയും ജഡപ്രകാരം അറിയുന്നില്ല. എന്നെയും ജഡപ്രകാരമുള്ള എന്നെ
കഴിവുകളുള്ള അതൊന്നും ഞാൻ അറിയുന്നില്ല. മറിച്ച് എന്റെ അകത്തെ മനുഷ്യനിൽ ഞാൻ എന്നെ അറിയുന്നു. അത് ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അത് വലിയ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടാണ്. ഇന്നത്തെ നശിക്കുന്ന ലോകത്തിന് മറുപടി കൊടുക്കാൻ, ആശ്വാസം കൊടുക്കാൻ എന്റെ അകത്തെ ആ മനുഷ്യൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വിളിക്കപ്പെട്ടവൻ. I will not regard anyone or myself in the flesh. I won't go by what I am thinking or others think about me. I am a new creation. Old has gone, the new has come. And God, as he was in Jesus reconciling the world to himself, today the same mandate, same anointing, same calling, God is working in me to reconcile the 8 billion to himself. I am the answer. I have the mandate. I cannot sleep. The love of God compels me. 2 കൊരിന്ത്യർ 5:16 മുതലുള്ള ഭാഗത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇനി മറ്റാരെയും ജഡപ്രകാരം അറിയുന്നില്ല, എന്നെയും ജഡപ്രകാരം ഞാൻ ഇനി അറിയുന്നില്ല. ആ യേശു ക്രിസ്തുവിൽ എന്നെ നിരപ്പിച്ചു. ഇനി ഈ ലോകത്തിലെ മറ്റുള്ള സകല മനുഷ്യരെ 800 കോടി ജനങ്ങളെ ക്രിസ്തുവേശുവിൽ ദൈവത്തിനോട് നിരപ്പിക്കാനുള്ള ഒരു മാൻഡേറ്റ്, ഒരു വിളിയ എന്റെ മേൽ കർത്താവ് തന്നത്. അതാണ് ഞാൻ കാണുന്നത്. നിരന്നുകൊള്ളുവീരെന്ന് പറയുന്ന സ്ഥാനാപതിയായി എന്നെ നിർത്തിയിരിക്കുകയാണ്. God did not say, Peter, you take of Jerusalem, Matthew, you take of Judea, and Thomas, you take of Kerala. He did not say. He said, go to the ends of the earth. Preach this good news that you don't need to be condemned. God loves you as you are. He is forgiving your sins through the blood on the cross. Go and tell the world. He did not define any territory. We are not to define the territory. When the Holy Spirit comes, we receive power to save the 8 billion souls. പത്രോസിനോട് നീ യെരുശലേം നോക്കുക എന്നും, മത്തായിയോട് നീ യഹൂദ്യ നോക്കുക എന്നും, തോമസിനോട് നീ കേരളത്തിൽ പോവുക എന്നും കർത്താവ് പറഞ്ഞില്ല. ശക്തി ലഭിച്ചിട്ട് ലോകത്തിന്റെ അറ്റത്തോളം യേശു ആർക്കും അതിർത്തികളും പരിമിതികളും വെച്ചില്ല. മറിച്ച് ആ വിളിയിൽ ലോകത്തിന്റെ അറ്റത്തോളം 800 കോടി ജനങ്ങളെയും നിങ്ങൾ കടന്നുപോയി. ഈ സുവിശേഷം, സദ്വർത്തമാനം എന്താണ്? ലോകത്തിൽ ഒരു മനുഷ്യനെയും അവന്റെ പാപത്തിൽ ഞാൻ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ഇനി പാപത്തിന്റെ ബോധ്യത്തിൽ, അപരാധ ബോധത്തിൽ, കുറ്റബോധത്തിൽ കിടക്കരുത്. ഞാൻ അവർക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവരിനി പാപി അല്ല എന്നുള്ള സന്ദേശം ലോകത്തോട് 800 കോടി ജനങ്ങൾക്കും കൊടുക്കുന്നതിൽ പരിമിതികളില്ല എന്ന് പറഞ്ഞു. Oh, when Jesus was standing on that mount, I can see it in the spirit that he was looking and said, God so loved the world that he sent me, so that no one who believes in me will perish but will have eternal life. തിരുവചനം ഞാൻ ഇന്ന് ഇങ്ങനെ കാണുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം അവനെ എന്നെ ലോകത്തിന് നൽകുവാൻ തൊക്കണം. ഇന്ന് എന്നെയാണ് 800 കോടി ജനങ്ങൾക്കും നിത്യജീവൻ ക്രിസ്തുവിനോട് ലഭിക്കാൻ അയച്ചിരിക്കുന്നത്. Jesus was looking at the whole earth. He was not looking at the tiny place called Jerusalem. He was speaking to the world and said, for my Father loved the world that he has sent me, that anyone who believes in me will not perish but will have eternal life. ആ ജെറുസലേമിന് ചുറ്റുമുള്ള ഒരു ചെറിയ ടെറിട്ടറി അല്ല യേശു കണ്ടത്. മുഴു ലോകത്തിനെയും മുഴു മനുഷ്യരെയും കണ്ടുകൊണ്ട് പറയണം, എന്നെ അയച്ചത് മുഴു ലോകത്തിന് വേണ്ടിയാണ്. ലോകത്തെ മുഴുവൻ സ്നേഹിച്ചത് കൊണ്ടാണ് എന്നെ അയച്ചത്. അതാണ് ഇന്ന് നമുക്കും പറയാനുള്ളത്. And same Jesus, before he was going, said like this, as my Father sent me, I am sending you. You are the solution. You are the hope. You are the joy. Anyone who believes in your word that I am the Savior, the same Spirit will work inside of them. ആ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയച്ച ഇതേ അയക്കൽ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. ഞാൻ ലോകത്തിന് എങ്ങനെ പ്രതീക്ഷയാണോ, എന്നിലൂടെ നിങ്ങൾ ലോകത്തിന്റെ പ്രതീക്ഷ. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവർ രക്ഷിക്കപ്പെടും. നിങ്ങളിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ രക്ഷിക്കുന്നത്. Oh, my dear brother and sister, everyone who is watching me, if you really love Jesus, you will not keep quiet. ആകയാൽ എന്നെ ഇന്ന് ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ,
നിങ്ങൾ വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനാവില്ല. Who are we fearing? Who are we ashamed of? We have the solution to save the world, and that is the name of Jesus Christ. ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? ഇന്നത്തെ ലോകത്തിന് ഒരു പരിഹാരം പറയാനുണ്ടെങ്കിൽ അത് എന്റെയും നിങ്ങളുടെയും കയ്യിൽ മാത്രമാണ്. Are you sure of yourself? Are you sure that Jesus is alive? Are you sure that this world will not change? Are you sure Jesus is the way, the truth, and the life? Then you will not keep quiet. You will shout from the housetop. You will go to the street and say, Jesus is the answer. Believe in him. The work he did, you will also do, because you will receive the Holy Spirit by faith. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉറപ്പുണ്ടോ? നിങ്ങൾ വിശ്വസിച്ച കാര്യത്തിൽ ഉറപ്പുണ്ടോ? യേശു ക്രിസ്തു വാസ്തവമായി ജീവിക്കുന്നെന്ന് ഉറപ്പുണ്ടോ? അവിടുത്തെ ഈ വചനം മാറാത്ത വചനമാണെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പുരപ്പുറത്ത് കയറി നിന്ന് ഏത് സ്ഥലത്തും പോയി നിന്ന് ഈ യേശുവിനെ പറയുവാൻ, ഭയപ്പെടാതെ പറയുവാൻ, ലോകത്തിന്റെ ഏക പ്രതീക്ഷയായി വചനം കൊടുക്കുവാൻ എഴുന്നേൽക്കുക. Today morning is the Sunday service, so I wanted to sleep early yesterday. ഇന്ന് സഭായോഗമായതുകൊണ്ട് ഇന്ന് വൈകിട്ട് നേരത്തെ കിടന്നുറങ്ങി എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചു. Around 11:30 I was going to sleep. ഏകദേശം 11:30 മണിക്ക് ഞാൻ ഉറങ്ങുവാൻ പോയി. And as I am sleeping, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, just like a motor is starting, a huge engine is starting, something happened inside of me. പെട്ടെന്ന് ഉള്ളിലൊരു മോട്ടോർ സ്റ്റാർട്ട് ആകുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. It was something, I did not see a dream, I did not see a vision, but suddenly I was bursting in the Holy Spirit, in speaking in tongues. ഞാനൊരു സ്വപ്നമോ ദർശനമോ ഒന്നും കണ്ടില്ല. പെട്ടെന്ന് എന്റെ അകത്ത് കത്തിയിട്ട് ഞാൻ അന്യഭാഷയിലായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. I got out of my bed. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. And he said, are you not sleeping? സിസ്റ്റർ ചോദിച്ചു, ഉറങ്ങുന്നില്ലേ? I said, something is happening. ഞാൻ പറഞ്ഞു, എന്നിൽ എന്തോ സംഭവിക്കുന്നു. I started walking up and down as if something emergency is there. എന്തോ വലിയ അത്യാവശ്യ കാര്യത്തിൽ എന്ന പോലെ ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. I am walking in the world, I am walking in the room, but inside was bursting in the Holy Spirit in the tongues. എന്റെ അകത്തു നിന്ന് എന്തോ പൊട്ടിപ്പുറപ്പെടുന്നത് പോലെ അന്യഭാഷകളിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. I was looking at the world and I was feeling like this. My God, such an urgent message, such an urgent time. We have to tell the 8 billion, Jesus saves, Jesus heals. He has taken everything on himself. Just believe in him and be saved. ഇത്രയും ഒരു പ്രത്യേകതയുള്ള സമയത്ത് ഏറ്റവും അർജന്റായ ഒരു സമയം, ഏറ്റവും അർജന്റായ ഒരു മെസ്സേജ് ഈ സമയത്ത് അറിയിക്കേണ്ടതിനായി നൽകപ്പെട്ട ഈ സന്ദേശം, യേശു രക്ഷിക്കുന്നു, യേശു സൗഖ്യമാക്കും, യേശു ക്രിസ്തുവിൽ പാപം മാറിപ്പോയി എന്ന് 800 കോടി ജനങ്ങളും കേൾക്കേണ്ട സന്ദേശം, അടിയന്തരമായി അറിയിക്കേണ്ട സന്ദേശമാണ് സുവിശേഷം എന്ന് എന്റെ അകത്ത് കത്തുവാൻ തുടങ്ങി. You don't have to know the language. You don't have to know anything. I did not know anything. I knew just one thing. Jesus is alive. Jesus is love, and he loves everybody. That is enough. Talk in your language. You don't have to have any skill, but go and tell someone Jesus loves you, and I am sure the Holy Spirit will act on your word. ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വലിയ ഭാഷാജ്ഞാനം ആവശ്യമില്ല, അറിവുകൾ ആവശ്യമില്ല. യേശു ജീവിക്കുന്നുണ്ടെന്ന് അറിയാമോ? അത് മാത്രം പോയി നിന്റെ ഭാഷയിൽ, നിന്റെ പരിമിതിയിൽ ഒരാളോടെ പോയി യേശു സ്നേഹിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശുവിൽ പാപമോചനമുണ്ട്, അത് പറയാൻ ഒരു അറിവും വേണ്ട. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു അറിവുണ്ടായിരുന്നു. എനിക്ക് ഒരു കാര്യം പിടികിട്ടി, യേശു ജീവനോടെ ഉണ്ട്, അവൻ മുഴു ലോകത്തെ സ്നേഹിക്കുന്നവനാണ്. അത് പോയി പറയുക മാത്രമാണ്. And when you speak, healing will take place. When you speak, creative miracles will take place. The blind will see, the deaf will hear, the lame will walk, because by your word, the name of Jesus, outstanding miracles will happen. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ വചനം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവരിൽ ഉറയ്ക്കപ്പെടും, രോഗസൗഖ്യങ്ങൾ നടക്കും, ദുരാത്മാക്കൾ വിട്ടുമാറും. നിങ്ങൾ പറയുമ്പോൾ തന്നെ സ്വർഗം മുഴുവൻ ഈ അടിയന്തര സന്ദേശം നിങ്ങളിലൂടെ നിറവേറ്റും.
The fear of COVID will go. The fear of financial problem will go. The fear of sickness will go. You can boldly say, Jesus took all the infirmity. Jesus took all the sickness on himself. Matthew 8:17. He took everything. You are free. Go in Jesus' name. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുടെ അടുക്കൽ പോയി കോവിഡിന്റെ ഭീതി വേണ്ട, രോഗത്തിന്റെ ഭീതി വേണ്ട, സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭീതി വേണ്ട. കാരണം അതെ മത്തായി 8:17 പറഞ്ഞ പോലെ അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തു എന്ന വചനം ധൈര്യത്തോടെ പറയാം. നിങ്ങൾ ഇത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. കോവിഡ് നിങ്ങളെ കൊല്ലത്തില്ല, ഈ പ്രശ്നം നിങ്ങളെ തകർക്കത്തില്ല. യേശു അത് ഏറ്റെടുത്തു എന്ന് ധൈര്യമായി ഏതൊരു വ്യക്തിയോടും പറയാം. All of you who are watching me today, you are chosen by God. You have been given a gift. Use that gift. Use your selection. Go and tell the world Jesus is alive. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ദൈവം തന്റെ കൃപാദാനങ്ങളും വിളിയും തന്നവരാ. അത് കർത്താവ് തിരിച്ചെടുക്കത്തില്ല. ആകയാൽ നിങ്ങൾക്ക് തന്ന ഈ ദാനം, സുവിശേഷം എന്ന ദാനം പോയി പറയുക, എല്ലാവരോടും പറയുക. അത് നിങ്ങളിൽ കൂടെ തന്നെ ക്രിയ ചെയ്യും. Don't be satisfied, I have done enough. Don't be condemned, I am not useful. I used to be useful, but today I cannot preach because I don't think God will accept me. My dear, your selection is forever. He loved forever. You were sinner, then he loved you. His choice is you. You are the apple of the eye. You are the treasure of his heart. You are everybody. Come on, arise. Let the truth go to the world. Jesus loves. Jesus saves. Jesus is not the God of Christians. Jesus is the Savior of the whole world. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഞാൻ കുറെയൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു തൃപ്തി ഒരിക്കലും ബാധിക്കരുത്. 2, എന്നെ പഴയ പോലെ കൊള്ളത്തില്ല, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, എനിക്ക് ഇന്ന തെറ്റുകൾ പറ്റി, എനിക്ക് മടുപ്പാണ്. ഇത് രണ്ടും ബാധിക്കരുത്. തൃപ്തിയും വരരുത്, അപരാധ ബോധവും വരാതെ കുടഞ്ഞെഴുന്നേറ്റാട്ടെ, ലോകത്തിന് സുവിശേഷം കൊടുത്താട്ടെ, ധൈര്യത്തോടെ സുവിശേഷം കൊടുത്താട്ടെ. യേശു നിങ്ങളുടെ കൂടെ. Stir the gifts inside of you. You have been given the power of God. You have been given the love of God. You have been given the spirit of boldness. Come on, stir it up today. I know in the spirit, stirring is happening all around the world. Everyone who is watching the live right now, the fire of the Holy Spirit is stirring you up today. ആകയാൽ നിങ്ങളുടെ അകത്ത് ദൈവം തന്ന ദാനം അത് ഒരിക്കലും തിരിച്ചെടുക്കാത്ത ദാനമാണ്. അത് നിങ്ങൾ തന്നെ നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിച്ചാട്ടെ. ദൈവം നിന്നിൽ തന്ന ആ ദൈവ കൃപയെ ജ്വലിപ്പിച്ച്, എല്ലാ കൃപാവരങ്ങളെയും ജ്വലിപ്പിച്ച് മുമ്പോട്ട് ആഞ്ഞാട്ടെ. കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. മടുക്കരുത്. ഇപ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകമെങ്ങും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വ്യാപാര ശക്തി ഇപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും അതിനെ ഒന്ന് ജ്വലിപ്പിച്ചു തുടങ്ങിയാട്ടെ. As I am speaking to you, I am seeing a very big vision. I am seeing a very clear vision that many of you have closed the doors, closed the windows, closed and sitting in a room, closed and sitting in a house. I am useless. I cannot do it. I have enough. Closed. But the Holy Spirit is telling me to tell you, open the door again, open the windows again. Let the fresh wave of the Holy Spirit come inside of you. Let the fresh power of God come inside of you. He is refreshing you today. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവ് ഒരു ദർശനം കാണിക്കാണ്. പല ഭവനങ്ങളിലും എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് പരാജയം വന്നു എന്ന് പറഞ്ഞ് കഥകടച്ചവരെ പോലെ അടയ്ക്കപ്പെട്ടവരെ അകത്തിരിക്കുമ്പോൾ കർത്താവ് പറയണം, ഇല്ല, നീ തുറക്കുക, നീ മടുക്കേണ്ട ആവശ്യമില്ല. നിന്നിലുള്ള എന്റെ കൃപാവരം, എന്റെ വിളി ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കത്തില്ല. നീ അതിനെ ജ്വലിപ്പിച്ച് സ്റ്റെപ്പുകൾ എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ വാതിലുകൾ ഇതാ തുറക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കാറ്റ് നിന്നിൽ അടിക്കുകയാണ്. Lift up your head high today in Jesus Christ. There might be people who are there in the left side and the right side. Many people might be going through many challenges, but you are chosen one. You are the glorious one. Open the window, open the door, arise, shine. The glory of God is upon you. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുന്നുണ്ടായിരിക്കും. ലോകത്തിൽ പലതും നടക്കുന്നുണ്ടായിരിക്കും. എന്നാൽ നീ വാതിൽ തുറന്നാട്ടെ. നിന്റെ അകത്ത് ദൈവം തന്ന കൃപാവരും അതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് നീ പൊട്ടി ആർത്ത് തല ഉയർത്തി, തലകളെ ഉയർത്തി വെളിയിൽ വന്നാട്ടെ.
കർത്താവിന്റെ ശക്തി നിന്നിലൂടെ വ്യാപരിക്കും. The Holy Spirit is telling me, I cannot open the door. Only you can open the door. The choice is yours. Push it open. Let the fresh way of the Holy Spirit come in your life, into your family. And I can guarantee you everything. The more you preach the kingdom, everything will be added to you. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എനിക്ക് വാതിൽ തുറക്കാനൊക്കത്തില്ല, എന്റെ മക്കൾക്ക് മാത്രമേ വാതിൽ തുറക്കാനൊക്കത്തുള്ളൂ. ആകയാൽ വാതിൽ തള്ളി തുറന്നാട്ടെ. ആ വാതിലുകൾ തുറന്ന് ദൈവം തന്നത് മുഴുവൻ നിന്നിലൂടെ വ്യാപരിക്കട്ടെ. ഒന്നോർത്തുകൊള്ളുക, കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി, ദൈവ രാജ്യത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കുന്ന മക്കളുടെ മുഴുവൻ കാര്യങ്ങളും സ്വർഗം നടത്തി തരും. Oh, as I am talking again, the Holy Spirit is telling me, tell the world, tell everyone who is watching me, don't stop by what others say. Don't stop by someone else, but be like that 4 people who carried the lame man to Capernaum, broke the roof and brought the person to Jesus. Be like that. Come on. The Holy Spirit is inside of you. The power is inside of you. The same power that rose up Jesus is inside of you. Don't stop. If anyone says you cannot, break the roof. Bring the people to Jesus. Jesus will heal. Jesus will save. He is the same yesterday, today and forever. കർത്താവിന്റെ അകത്ത് വീണ്ടും കാണിക്കുകയാണ്. ആ 4 പേർ പക്ഷപാത രോഗിയെ എടുത്തുകൊണ്ട് പോയതുപോലെ അവർ പലതും പറഞ്ഞു കാണും. നിന്റെ ചുറ്റുപാടും പലരും നിന്നെ കുറിച്ച് പലതും പറഞ്ഞ് നിരാശപ്പെടുത്തി കീഴമർത്തുമ്പോൾ, ഇല്ല, എഴുന്നേൽക്കുക. ആ 4 പേർ ചേർന്നതുപോലെ, പക്ഷപാത രോഗിയെ കൊണ്ടുവന്നതുപോലെ, മേൽപ്പുര പൊളിച്ചതുപോലെ ചിലതൊക്കെ പൊളിച്ചിറക്കുക, പൊളിച്ചു വെളിയിലേക്ക് വരിക. യേശു ഇന്ന് സൗഖ്യമാക്കും. യേശുവിന്റെ വിടുതൽ ഇന്ന് നടക്കുകയാണ്. നിന്നെ എടുത്തുപയോഗിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. Oh, people might say many things against you. People might say, oh, prove the healing, prove this. I am not to prove anything. The one who said will prove it. Don't be ashamed. Don't be ashamed of Savior. Don't be ashamed what others say. Keep on preaching Jesus and things will be added to you. We are together going to see the 8 billion know Jesus. We will see the glory of God come to earth. We know whom we are preaching. We have entrusted our life to Him. മറ്റുള്ളവർ എന്തു പറയുമെന്ന് നോക്കരുത്. മറ്റുള്ളവർ പറയുമായിരിക്കും, നീ പ്രസംഗിക്കുന്നല്ലോ, നീ അത് തെളിയിക്ക്, സൗഖ്യം തെളിയിക്ക്. നീ പറയണം, ഇല്ല, എനിക്ക് തെളിയിക്കാനൊന്നുമില്ല. എന്റെ യേശു ജീവിക്കുന്നു. എന്റെ യേശുവിന്റെ സ്നേഹം ഞാൻ മുമ്പോട്ട് ആ ദൈവരാജ്യം പ്രസംഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ കർത്താവ് തെളിയിച്ചോളും. ഞാൻ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. ഈ വചനം, ഈ സുവിശേഷം മുമ്പോട്ട് പറയുക. നിന്റെ അകത്ത് കർത്താവ് തന്നിരിക്കുന്ന വിളി, ആ തെരഞ്ഞെടുപ്പ് മാറത്തില്ല. അതിൽ മുൻപോട്ട് പോകുമ്പോൾ, ദൈവരാജ്യത്തിന്റെ ഘോഷണത്തിൽ മുൻപോട്ട് പോകുമ്പോൾ വേണ്ടതെല്ലാം കർത്താവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. Don't say I have no money. Don't say if this would happen. Don't say that would happen. The Holy Spirit is again and again telling me, open. As you open, things will start falling into place. ഒരിക്കലും പറയുന്നത് എനിക്ക് ആരുമില്ല, എനിക്ക് പണമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല. നോ, നിന്റെ അകത്ത് ഏറ്റവും വലിയ ദാനമാണ് തന്നിരിക്കുന്നത്, വിളിയാണ് തന്നിരിക്കുന്നത്. അതിൽ വാതിൽ അടച്ചിരിക്കാതെ പുതിയ വാതിലുകൾ വെട്ടി തുറന്ന് സുവിശേഷവുമായിട്ട് മുമ്പോട്ട് പോയട്ടെ. അവിടെ എല്ലാ പ്രൊവിഷനുകളും വേണ്ടതെല്ലാം വന്നോളും. Oh, I can again listen to the Holy Spirit. He says, if you are willing, if you arise, I will go before you. I will make the road straight. I will break the iron bars. I will break open. If you are willing to arise, the Holy Spirit is more than willing to work through you. പരിശുദ്ധാത്മാവ് വീണ്ടും എന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ദുർഘട വഴികൾ നിന്റെ മുമ്പിൽ നിവർത്തി തരും. ഇരുമ്പ് ഓടാമ്പലുകൾ നിന്റെ മുമ്പിൽ ഞാൻ തകർത്തു തരും. നീ മുമ്പോട്ട് കുതിച്ചാൽ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കും. ആരും അത് അടയ്ക്കത്തില്ല. I am again and again hearing a very powerful word from the Holy Spirit that these days you are going to see unusual favor, unusual promotions, unusual financial breakthrough, unusual presence of God. Now today, enlarge your mind. Let your mind not think about the flesh, but think about the inner man who is created like God, unstoppable, unchallengeable. Arise, open, go in Jesus' name.
ആകയാൽ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചു കൊള്ളുക. അസാധാരണമായ സാമ്പത്തിക നന്മകൾ, അസാധാരണമായ സ്ഥാനക്കയറ്റങ്ങൾ, അസാധാരണമായ ഫേവറുകൾ നിനക്ക് വേണ്ടി ദൈവം അയക്കുകയാണ്. അത് വെളിപ്പെടുകയാണ്. ആകയാൽ എന്ത് ചെയ്യുക? എൻലാർജ് ചെയ്യുക, മനസ്സിനെ വിശാലമാക്കുക. നിന്നെ മറ്റുള്ള ലോകപ്രകാരം ജഡപ്രകാരം നിന്നെ കാണാതെ എന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. The anointing is breaking every yoke that is upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ള എല്ലാ കെട്ടുകളെയും അഭിഷേകത്താൽ തകർക്കപ്പെടുകയാണ്. In the name of Jesus, right now, let the anointing break every yoke. Let the Holy Spirit stir everybody. Let people come out of every non-lie that the devil has told them. Arise, shine, the world is waiting for you. പിശാച് പറഞ്ഞ എല്ലാ ഭോഷ്കുകളും പൊളിയട്ടെ, എഴുന്നേൽക്കുക, റൈസ് ആൻഡ് ഷൈൻ. പിശാച് പറഞ്ഞ നിന്നെ കീഴ്ത്തി വെച്ചിരിക്കുന്ന, നിന്റെ ഉള്ളത്തെ താഴ്ത്തി വെച്ചിരിക്കുന്ന, നിന്നെ കൊണ്ട് കൊള്ളുക എന്ന് പറഞ്ഞ എല്ലാം പൊട്ടിച്ച് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് എഴുന്നേറ്റാട്ട്. നീ എഴുന്നേറ്റ് പ്രകാശിക്കാൻ പോകുകയാണ്. The gift that God has given, the calling that is upon you will never change, because God will never change. His word will never change. His selection will never change. You are the appointed one. You are the anointed one. You are His choice on the earth for this season. ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് നീ. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്, അത് ദൈവത്തിന്റെ വിളിയാണ്. അത് ആര് നോക്കിയാലും മാറത്തില്ല. ആകയാൽ മടുക്കാതെ, ഒരു റൂമിനകത്ത് ഒതുങ്ങിയിരിക്കാതെ, വാതിലടച്ചിരിക്കാതെ, പൊട്ടിച്ച് വെളിയിൽ വന്നാട്ടെ, സുവിശേഷവുമായി മുൻപോട്ട് കുതിച്ചാട്ടെ. വാതിലുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും, ദുർഘടമേടുകൾ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുക. Oh, Father, I pray in the name of Jesus, we are together praying for everyone who is watching us, everyone in the world who is watching us right now. You have given us the spirit of boldness, spirit of faith. Help Holy Spirit to stir it out to proclaim the good news. പിതാവേ, ഇപ്പോൾ ലോകമെമ്പാടും ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിൽ കൈകോർത്തുകൊണ്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ ചാടി എഴുന്നേൽക്കുക കർത്താവേ. അങ്ങയുടെ ധൈര്യം, അങ്ങയുടെ ശക്തി ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. Thank you that first you gave us the belief, first you gave us the faith that we can speak the word. കർത്താവേ, ഈ വചനം സംസാരിക്കുവാൻ അങ്ങാണ് ഞങ്ങളിൽ വിശ്വാസവും, അങ്ങാണ് ഞങ്ങളിൽ വചനവും തന്നത്. Thank you, my Father. പിതാവേ നന്ദി. Thank you, my Jesus. യേശുവേ നന്ദി കർത്താവേ. All those who are watching me across the globe, come on, stir up, speak in the Spirit, recharge yourself in the Spirit, rewind yourself in the Spirit, become all powerful, ready to go out and preach this uncompromising message of the gospel. ലോകമെങ്ങും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊട്ടി ആർത്ത് ലോകമെങ്ങും ഈ സത്യസുവിശേഷം, കോംപ്രമൈസ് ഇല്ലാത്ത ഈ സുവിശേഷം ലോകത്തോട് പറയുവാൻ ഒരുങ്ങുക. When you step out, everything of yours will fall into place. സ്റ്റെപ്പ് എടുത്ത് വെളിയിലേക്ക് വെക്കുമ്പോൾ മടുപ്പ് വാതിൽ അടച്ചിരിക്കാതെ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ എല്ലാം അതിന്റെ വഴിയിലേക്ക് വരും. When you step out, your financial problem, your health problem, everything that is holding you, which the devil is lying to you, will break off, because Jesus Christ is your Lord. ചുവടെടുത്ത് വെക്കുമ്പോൾ ശാരീരിക പ്രശ്നമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായ പ്രയാസമായിക്കൊള്ളട്ടെ, എല്ലാം അതിന്റെ പൊസിഷനിലേക്ക് വരും നീ ചുവട് വെച്ചിറങ്ങുമ്പോൾ. Never look back, never sit down. Go preach the gospel under the power of the Holy Spirit. പിന്തിരിഞ്ഞു നോക്കരുത്, അവിടെ തന്നെ ഇരിക്കുകയും അരുത്. എഴുന്നേൽക്ക്, മുമ്പോട്ട് ചുവട് വെക്ക്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നീ മുൻപോട്ട് കുതിക്കും. Thank you, my Father. പിതാവേ നന്ദി. Thank you, my Jesus. യേശുവേ നന്ദി കർത്താവേ. All across the globe, everyone who is watching me, ലോകമെങ്ങും കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നവർ, let the miracle happen into the body right now. ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ അത്ഭുതം സംഭവിക്കും. We are not ashamed to say, we are bold to say, Jesus heals even today. ഇന്നും യേശു
ജീവനോടെ ഉണ്ട്, സൗഖ്യദായകനാണ് എന്ന് പറയുവാൻ ഞങ്ങൾക്ക് ഭയമില്ല, ഞങ്ങൾക്ക് ലജ്ജയില്ല. ഞങ്ങളത് ധൈര്യത്തോടെ പറയും. Because he is a creator, not a repairer. കാരണം എന്റെ കർത്താവ് സൃഷ്ടിക്കുന്നവനാണ്, കേടുപോക്കുന്നവനല്ല. Everyone who is suffering from cancer, everyone who is suffering from sickness that is leading to death, in the name of Jesus, cancer will die. You will live in Jesus' name. ഇപ്പോൾ തന്നെ മരണത്തിലേക്ക് എന്ന് വിധിക്കപ്പെട്ട ശാരീരിക രോഗങ്ങളുള്ളവർ, ക്യാൻസർ ഉള്ളവർ, മറ്റു രോഗങ്ങളുള്ളവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരിൽ ഒരു സൃഷ്ടിപ്പിന്റെ അത്ഭുതം നടക്കട്ടെ. ക്യാൻസർ മരിക്കും, നീ ജീവിക്കും. Tumors vanish in Jesus' name. എല്ലാ മുഴകളും യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. Lungs be created in Jesus' name. ശ്വാസകോശങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൃഷ്ടിക്കപ്പെടട്ടെ. Muscles be strengthened in Jesus' name. മസിലുകൾ യേശുവിന്റെ നാമത്തിൽ ബലപ്പെടട്ടെ. Some people who are watching us and cannot get up right now, let there be no strength in the body, that they may walk for the glory of God. ഇപ്പോൾ തന്നെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ എഴുന്നേക്കാൻ പോലും ഭാരത്തിലിരിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവശക്തി അവരിലേക്ക് വ്യാപരിച്ചിട്ട് അവർ എഴുന്നേക്കട്ടെ, നടക്കട്ടെ. Though some people who are having breathing difficulties, in the name of Jesus, let the tracheal valves open. Let there be total healing and restoration in the name of Jesus. ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, അവരുടെ ശ്വസന നാളത്തിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ, അത് വികസിക്കട്ടെ. തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറും. Oh, thank you, Jesus. You are opening new doors where there will be a release of financial unusual blessings. ഇപ്പോൾ തന്നെ സാമ്പത്തികമായ അസാധാരണമായ വഴികൾ ഇപ്പോൾ തുറക്കപ്പെടും. Thank you, my Father. യേശുവേ, നന്ദി പിതാ.